വലിയ രീതിയിലുള്ള തുടക്കത്തിൽ തന്നെ പോളിംഗ് ബൂത്തിൽ കാണിക്കുമ്പോൾ സർക്കാരുകൾക്ക് എതിരാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തുടർച്ചയായ ഭരണം ഒരു രാഷ്ട്രീയമായ പ്രതിസന്ധിയിലേക്ക് അതിനെ എത്തിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ കോൺടാക്റ്റുകൾ ഗ്രൗണ്ടിൽ ആളുകളിലേക്ക് എത്താൻ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. പരിധിവിട്ട ആക്രമണങ്ങളിലൂടെ എതിരാളികളുടെ പരിധിവിട്ട സൈബർ, ഇന്നത്തെ കാലത്ത് സൈബർ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളും അയാളെ വളർത്തുകയുള്ളൂ. വോട്ടൊക്കെ പെട്ടിയിൽ വീണു. ഇനിയിപ്പം പ്രതീക്ഷകളുടെ ഒരു മാസമാണ്. റാഷിദിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുറേ തിരഞ്ഞെടുപ്പുകളിൽ ഏറെ കറക്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു കേരളത്തിലെ മൊത്തം കണക്കിന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? UDF 91 മുതൽ 102 വരെ, 41.5 മുതൽ 45% വരെ, LDF 38 മുതൽ 48 വരെ സീറ്റ്, 36.5 മുതൽ 39.5 വരെ, NDA 1 മുതൽ 3 വരെ, 17% വരെ. എങ്ങനെയാണ് ഇങ്ങനൊരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തിയ? ഏതൊക്കെ ഒരു കണക്ക് കൂട്ടലില്ല? അത് രാഷ്ട്രീയമായ വിലയിരുത്തലുള്ളൊരു സത്യസന്ധമായ വ്യക്തിപരമായ നമ്മുടെ ബോധ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായി പരിഗണിക്കുന്നത്. അത് ഒരു അസംബ്ലി മണ്ഡലമാണെങ്കിലും ഒരു സ്റ്റേറ്റ് ആണെങ്കിലും പലപ്പോഴും ഞാൻ ബൈ ഇലക്ഷൻസ് കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലം പ്രത്യേകം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഫോക്കസ് കൊടുക്കുന്ന മണ്ഡലങ്ങളാവണം. ബൈ ഇലക്ഷൻസ് ആകുമ്പോൾ നമ്മുടെ സകല മാധ്യമങ്ങളും അതിലേക്ക് ഫോക്കസ് കൊടുക്കും. അപ്പോൾ മൈന്യൂട്ടായ പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തപ്പെടും. അതിൽ നിന്നുള്ളൊരു ഫിൽറ്ററിംഗ് ആണ് ഞാൻ നടത്തുന്നത്. വോട്ട് കണക്കുകൾ മനുഷ്യരെ കൂട്ടുമ്പോൾ നമ്പറുകൾ വെച്ചിട്ട് കൂട്ടും പലരും, മഹാഭൂരിപക്ഷ ആളുകളും. പക്ഷെ നമ്പറുകൾ ഒരിക്കലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല, ഞാൻ അത് പരിഗണിക്കുന്ന ഒരാളല്ല. ശതമാനമാണ് നമ്മളുടെ പ്രയോറിറ്റി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ശതമാനവും ഈ പബ്ലിക്കിന്റെ ഒരു മൈൻഡും തമ്മിലുള്ള ഒരു ഏരിയ ഉണ്ട്. അതാവുമ്പോൾ അതിൽ ഈ നിലവിലിപ്പം കേരളത്തിലുള്ള ഏതെങ്കിലും പുത്തൻ രാഷ്ട്രീയം അല്ലെങ്കിൽ BJPയുടെ വളർച്ച ഇതൊക്കെ അടയാളപ്പെടുത്തും. മനുഷ്യരിലേക്ക് എത്ര ശതമാനം ആളുകളിലേക്ക് ഇത് ഈ പറഞ്ഞ ഈ കാലയളവിനുള്ളിൽ എത്തും എന്നുള്ളതിലുള്ള ഒരു വ്യക്തമായ കോൺഫിഡൻ്റ് ആണ്. ഉദാഹരണത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അത്തരത്തിൽ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോഴാണ് നിശ്ചിത ശതമാനത്തിലേക്ക് ഈ വോട്ട് എത്തും എന്നുള്ളതും എത്രത്തോളം അതിന്റെ ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളതും അത് പിന്നെ വോട്ട് നമ്പറുകളിലേക്കോ സീറ്റുകളിലേക്കോ മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് പലപ്പോഴും സാധ്യമായി ശരിയായി വന്നു എന്നുള്ളതാണ്. ഇത്തവണ ഇടതുപക്ഷം പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഒട്ടുമില്ല എന്നാണ്. നിങ്ങൾ ഏത് കോണിക്കൂടെയാണ് ഈ 91 മുതൽ 102 വരെയുള്ള സീറ്റിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് നടത്തിയത്? അത് പൊതുവായിട്ടുള്ള ഒരു ട്രെൻഡിനെ നമ്മൾ ഈ പല ഘടകങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിനെ ഒരു 1-2 ഘടകങ്ങൾ വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എടുത്ത് നോക്കിയാൽ ജനത്തിന് കൺവിൻസിങ് ആവുന്ന, ഭരണകൂടത്തിന് അനുകൂലമാവുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് MLA-മാരുടെ വ്യക്തിപരമായ പെർഫോമൻസിൽ മികച്ചു നിൽക്കും എന്നുള്ളൊരു പോയിന്റാണ്. പിന്നീട് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭരണത്തിനെതിരെ, സർക്കാരിനെതിരെയുള്ള നിരവധിയായ ഘടകങ്ങൾ ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നാം ഭരണ കാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്നുള്ള നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി വലിയ രീതിയിൽ ജനസ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നു. കോവിഡ് ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയമായും സാമുദായിക സംവിധാനങ്ങളിൽ നിന്നൊക്കെ പരിപൂർണമായ പിന്തുണ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരമുള്ള ആളുകൾ പോലും ആ രീതിയിലേക്ക് മാറുന്നില്ല. ആ രീതിയിലേക്ക് സർക്കാരിനെ പിന്തുണക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് കിട്ടുന്നില്ല. തുടർച്ചയായ ഭരണം ഒരു രാഷ്ട്രീയമായ പ്രതിസന്ധിയിലേക്ക് അതിനെ എത്തിച്ചിട്ടുണ്ട്. VD സതീശൻ്റെ ഒരു സ്വാധീനം മുൻ പ്രതിപക്ഷ നേതാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടായിരുന്നു. ആ സ്വാധീനം ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? VD സതീശൻ എന്നുള്ള പ്രതിപക്ഷ നേതാവിനെ നമ്മൾ രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സൂക്ഷ്മമായി നോക്കുമ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചില പരിമിതികളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം പരമാവധി സംഘടിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ സെക്യുലർ സ്പേസിന് വലിയ സ്വീകാര്യത ഉണ്ട്. അതിലേക്ക് VD സതീശന്റെ നിരന്തരമായ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഈ നാടിൽ ഞാനും പിണറായി വിജയനും അവസാനിക്കും, ഈ നാട് അതേപോലെ നിലനിൽക്കണം. അതിന് കിട്ടിയ ഒരു റീച്ച് വലിയ രീതിയിലായിരുന്നു. ഈ UDFന് അനുകൂലമായി ഒരു ന്യൂനപക്ഷ ഏകീകരണം ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഈ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലെ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഭയപ്പെട്ട് ആ രാഷ്ട്രീയത്തെ ആകുലതപ്പെടുന്ന ഒരു മനുഷ്യ സമൂഹമായി ഈ ന്യൂനപക്ഷങ്ങൾ മാറുന്നുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. അതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. അത്തരത്തിലുള്ള ആളുകൾ ഇനി ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള വലിയ ചിന്തയിൽ നിന്ന് വോട്ട് മാറ്റപ്പെടും. നിരന്തരമായ വോട്ട് സ്വിംഗ് കാണിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്ത് പിണറായി വിജയൻ 2001 തെരഞ്ഞെടുപ്പിൽ AK ആന്റണി 100 സീറ്റ് നേടിയതോടുകൂടി പിണറായി വിജയന്റെ കയ്യിൽ സെക്രട്ടറി സ്ഥാനവും പാർട്ടിയും വന്നതോടുകൂടി വലിയ രീതിയിൽ മൈനോറിറ്റി രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പതിയെ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റവും അതിന്റെ പീക്കിലേക്ക് പോയി. അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ
പിണറായി വിജയനിൽ നിന്നും CPM നിന്നും അകന്നു എന്നുള്ളത് തന്നെയാണ് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്. ഈ ഷാഫി പറമ്പിൽ എഫക്റ്റ് കോഴിക്കോട് എന്നുള്ളതല്ല മലബാറിലും കേരളത്തിന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി മലബാറിന് പുറത്തും വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ ന്യൂജനാണ്, അദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ട് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ നമ്മൾ ഡീപ്പായി നോക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും അവരുടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ DCC പ്രസിഡന്റ് KPCC പ്രസിഡന്റ് അങ്ങനെയുള്ളൊരു ഫോക്കസാണ് അത് അവർ നടത്തുന്നത്. നേരെ മറിച്ച് ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആവാത്ത ഒരു പ്രശ്നം കോൺഗ്രസ് ലീഡേഴ്സിന് പൊതുവേ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയിൽ ആത്യന്തികമായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ കോൺടാക്റ്റുകൾ ഗ്രൗണ്ടിൽ ആളുകളിലേക്ക് എത്താൻ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ബേസിനെ വളർത്തുന്നുണ്ട് വലിയ അളവിൽ. പിന്നെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് ഈ ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും ഒരു ഘട്ടം വരെ വളർത്തുക അതിൻ്റെ അണികളായിരിക്കും. അതിൻ്റെ രണ്ടാം ഘട്ട വളർച്ച നേതാവിലേക്ക് എത്തിക്കപ്പെടുന്ന എതിരാളികളുടെ ശക്തമായ ആക്രമണങ്ങളാണ്. അതാണ് VD സതീശനെയും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിൽ നടന്നു. പരിധിവിട്ട ആക്രമണങ്ങളിലൂടെ എതിരാളികളുടെ പരിധിവിട്ട സൈബർ, ഇന്നത്തെ കാലത്ത് സൈബർ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളും അയാളെ വളർത്തുകയുള്ളൂ. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എടുത്താലും ഈ പറഞ്ഞ VD സതീശനായാലും നമ്മുടെ ഏറ്റവും അടുത്ത് നാട്ടിൽ നമ്മുടെ MP ആയ ഷാഫി പറമ്പിൽ എടുത്താലും അതിൻ്റെ വളർച്ച സാധ്യമാക്കുന്നത് എതിരാളികൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് നടന്നത് അതിരാവിലെയാണ്. 6 മണി മുതൽ 10-11 മണി വരെ വലിയ രീതിയിലാണ്. അതെന്ന് പറയുന്നത് ജനം വോട്ട് ചെയ്യാൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു വോട്ടിംഗ് ദിനത്തിലേക്ക്. അപ്പോൾ അത് പലപ്പോഴും പ്രതിഷേധ സർക്കാർ വിരുദ്ധ വോട്ടുകളായി പരിണമിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ പോളിംഗ് ശതമാനം എടുക്കുമ്പോൾ ഈ SIR എന്നുള്ളത് കൊണ്ട് വോട്ടർ പട്ടിക ഫിൽട്ടർ ചെയ്തുകൊണ്ട് മനുഷ്യരൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് പൗരന്മാരെ വോട്ട് ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ പെർസെൻറ്റേജ് കൂടും. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ 10% ബീഹാറിലെ പോളിംഗ് അർത്ഥത്തിൽ കൂടിയത്. ഇവിടെ ആനുപാതികമായി ഇവിടെ കൂടിയിട്ടുണ്ട്. ഞാൻ പരിശോധിച്ചത് വോട്ട് എണ്ണത്തിൽ എത്ര വളർച്ച ഉണ്ട് എന്നുള്ളതാണ്. SIR മനുഷ്യർ പുറത്തേക്ക് പോയിട്ടുണ്ടാവാം. ആ അർത്ഥത്തിൽ 4% ഇപ്പം 7 ലക്ഷത്തോളം മനുഷ്യർ 2021 2,08,00,000 ആണെങ്കിൽ ഇപ്പോൾ 7 ലക്ഷം കൂടി ആളുകൾ അധികമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അത് ഒരു സ്വാഭാവികമായ ഗ്രോത്ത് ആണ്. 2016 താരതമ്യം ചെയ്യുമ്പോൾ 4 മുതൽ 6 ലക്ഷം വരെ മനുഷ്യർ കൂടി വരും വോട്ടിംഗ് എണ്ണത്തിൽ. അത് കാണിക്കുന്നുണ്ട്. അതായത് നാട്ടിലുള്ള മനുഷ്യരൊക്കെ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള തുടക്കത്തിൽ തന്നെ പോളിംഗ് ബൂത്തിൽ കാണിക്കുമ്പോൾ സർക്കാരുകൾക്ക് എതിരാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. താങ്കളുടെ കണക്ക് എങ്ങനെ എടുത്തിട്ട് അടുത്തെത്തുന്നത് എങ്ങനെയാണ്? നല്ല രീതിയിൽ എഫേർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതർ സ്റ്റേറ്റുകളിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ കർണാടക ഉണ്ടായിരുന്നു, ഹരിയാന ഉണ്ടായിരുന്നു, തെലങ്കാന ഉണ്ടായിരുന്നു, ഡൽഹി ഉണ്ടായിരുന്നു, മധ്യപ്രദേശിൽ കുറച്ച് എറർ ഉണ്ടെങ്കിലും അതും ഉണ്ടായിരുന്നു. അങ്ങനെ 5-6 സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. സ്റ്റേറ്റുകളിലൊക്കെ ഇലക്ഷൻ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള വാർത്തകൾ കാണുന്നത് ഞാൻ പരമാവധി ഒഴിവാക്കി ആ തരത്തിലുള്ള ആളുകളെയും ആ തരത്തിലുള്ള മാധ്യമപ്രവർത്തകരും ഡൽഹിയിലൊക്കെ സീനിയർ ജേർണലിസ്റ്റുകൾ നടത്തുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്, ഹിന്ദി ഭാഷ എനിക്ക് അത്യാവശ്യം പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ന്യൂസ് ചാനലുകൾ അത് ഒരു ദിവസം ഒരു 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ എൻ്റെ പോകും. അത്തരം വാർത്തകൾ, അത്തരം ചാനലുകൾ, അവിടെയുള്ള മാധ്യമപ്രവർത്തകർ, പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകർ, അതിലിപ്പോൾ ഏറെ അടുപ്പമുള്ള എന്നോട് ഏറെ സ്നേഹം കാണിക്കുന്ന പലരും ഉണ്ട്. ചില സംശയങ്ങളൊക്കെ അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറയും. ക്യാപ്റ്റൻ സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടുള്ള താങ്കളുടെ പ്രചരണം ഇടതുപക്ഷ ഭാഗത്തുനിന്നും വലിയ രീതിയിലായിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ എതിർപ്രചരണം നടത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ നിങ്ങളെ പഞ്ഞിക്കിടാറുണ്ടോ? അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാപ്റ്റൻ സെഞ്ചുറി എന്നുള്ളത് മാത്രമല്ല, അന്നത്തെ കാലത്ത് എനിക്ക് മറ്റു പരിമിതികൾ ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ആ സർക്കിൾ, ആ ഫേസ്ബുക്കിലുള്ള ആളുകൾ മാത്രമായിരുന്നു. അന്ന് ക്യാപ്റ്റൻ സെഞ്ചുറി 2-ാം തീയതിയിൽ വോട്ടിംഗ് കൗണ്ടിംഗ് ഡേയിൽ ഇതേ വേദിയിൽ തിരിച്ചെത്തണമെന്നുകൂടി ആത്മവിശ്വാസത്തോടെ ഞാൻ കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ഏറെ സുഹൃത്തുക്കൾ ഇന്നും ഇന്നലെയായി എന്നെ വ്യക്തിപരമായി ആ രീതിയിൽ രാഷ്ട്രീയം പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇടതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പഞ്ചുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ആ ഒരു പഞ്ചുണ്ട്. അത് അവർ അത്രയോളം ആത്മാർത്ഥമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാവുമ്പോൾ ഈ തരത്തിലുള്ള എൻ്റെ പ്രതികരണങ്ങൾ വരുമ്പോൾ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം. അതിൽ ചിലർ സ്വകാര്യമായി വിളിച്ചിട്ട് അതിൻ്റെ ആ രീതിയിൽ പറയുന്നുണ്ട്. അതിനപ്പുറമുള്ള വിവിധങ്ങളെ ലെയറാണല്ലോ. അപ്പൊ അതിനപ്പുറമുള്ള ആളുകൾ നമ്മളെന്തോ ശത്രുവാണ് എന്നുള്ള രീതിയിൽ കാണുന്നു. ഇതൊക്കെ ഞാൻ ഒന്നും ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനോ ഇലക്ഷന് ശേഷമാണ് പ്രതികരണങ്ങൾ നടത്തിയത് ഒന്നും പരിഗണിക്കാതെയുള്ള കാര്യങ്ങളാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കും. ചെറുപ്പം മുതലേ വാർത്തകളോടും രാഷ്ട്രീയത്തോടൊക്കെ താല്പര്യമായിരുന്നോ? ചെറുപ്പം മുതലേ വാർത്തകളോട് വലിയ താല്പര്യമായിരുന്നു. അത് ചെറുപ്പം മുതലേ വീട്ടിൽ അടുത്തൊരു വായനശാലയായിരുന്നു. അപ്പോൾ രാവിലെ പത്രം അവിടെ എത്തിയോ എന്ന് നോക്കും. ചിലപ്പം പത്രം എത്തിയില്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവിടെ 2-3 വട്ടം പോകുമായിരുന്നു.